മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ രാജ്യത്ത് 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തു വന്ന സമയം മുതൽ വളരെ വ്യക്തമായിട്ട് നമ്മുടെ ചാനലിലൂടെ നിരന്തരം മുന്നോട്ട് വെച്ചിരുന്നു. രാജ്യത്ത് പ്രതിപക്ഷം തകർന്ന് തരിപ്പണമായി. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിൽ പ്രതിപക്ഷം തകർന്ന് തരിപ്പണമായി എന്നുള്ളത് അത് വളരെ വ്യക്തമായി ഏറ്റുപിടിച്ച് UDF വേണ്ടി രാജ്യത്തിന്റെ പ്രതിപക്ഷത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഉണ്ണി ബാലകൃഷ്ണനും അത് തന്നെ ഏറ്റുപിടിച്ച് പറഞ്ഞത് നിങ്ങൾ കേട്ടോ? ഇത് ഓരോ മലയാളിയും വിവേകത്തോടുകൂടി മനസ്സിലാക്കേണ്ടതാണ്. ഇതേ ആളുകളാണ് നാളെ 2029 BJP രാജ്യത്ത് വീണ്ടും അധികാരത്തിലെത്തുമ്പോ EVMO എന്ന് പറഞ്ഞ് ബഹളം വെക്കുക എന്നുള്ളതും സകലരും തിരിച്ചറിയേണ്ടതാണ്. ഏതായാലും ഉണ്ണി ബാലകൃഷ്ണൻ എന്താണ് പറയുന്നത് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 42 സീറ്റുകളിൽ 30-35 സീറ്റുകൾ നേടിയെടുക്കാൻ പോകുന്നത് BJP ആണ് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ടോ? 5-6 സീറ്റുകളിലേക്ക് മമതയുടെ പ്രാതിനിധ്യം കുറയാൻ പോവുകയാണ് ചെയ്യുന്നത്. മഹാരാഷ്ട്രയിൽ ഇനിയിപ്പോൾ ആരും ഒരു പ്രതീക്ഷയും വെച്ച് പുലർത്തണ്ട. നോക്കൂ, അവിടെ NCP ശിഥിലമായിരിക്കുന്നു. പ്രത്യേകിച്ച് അജിത് പവാറിന്റെ മരണം എന്ന് പറയുന്നത് ആ പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ശിവസേന നേരത്തെ തന്നെ പൊളിഞ്ഞു പോയിരിക്കുകയാണ്. ഇപ്പോൾ BJPയുടെ ഏകാധിപത്യമാണ് മഹാരാഷ്ട്രയിൽ നിലനിൽക്കുന്നത്. ഇനിയിപ്പോൾ പ്രതീക്ഷ ഉത്തർപ്രദേശ് ആണല്ലോ. അടുത്ത വർഷമാണ് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അവിടെ അഖിലേഷ് യാദവ് ആണോ ആദിത്യനാഥ് ആണോ വിജയം വരിക്കുക എന്നുള്ളത് പ്രവചനാതീതമാണ്. ആ അർത്ഥത്തിൽ നോക്കൂ, ഈ 4-5 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇന്ത്യ സഖ്യം വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ആ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. DMK ഇപ്പോൾ തന്നെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കോൺഗ്രസുമായി ഒരു ബന്ധവുമില്ല എന്നാണ് DMK പറഞ്ഞിരിക്കുന്നത്. പാർലമെന്റിൽ അവർ മാറിയിരിക്കാൻ പോവുകയാണ്. കണിമൊഴി അത് ആവശ്യപ്പെട്ടുകൊണ്ട് ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. പിന്നിൽ നിന്ന് തങ്ങളെ കുത്തി എന്നാണ് DMKയുടെ നേതാവായിട്ടുള്ള സ്റ്റാലിൻ കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഇനിയിപ്പോൾ പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് DMK ഉണ്ടാകില്ല. തൃണമൂൽ കോൺഗ്രസിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ ആ പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറികളാണ്. ആം ആദ്മി പാർട്ടിയുടെ 7 MP-മാരാണ് രാത്രിക്ക് രാത്രി ഈ പറയുന്ന BJPക്കൊപ്പം പോയത്. 29 MP-മാർ ഇപ്പോൾ മമതാ ബാനർജിക്കുണ്ട്. ഇവരൊക്കെ മമതാ ബാനർജിയോടൊപ്പം നിൽക്കുമോ എന്ന കാര്യം നമുക്കറിയില്ല. ആ അർത്ഥത്തിലൊക്കെ നോക്കുമ്പോൾ ഈ 5 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ഇന്ത്യ മുന്നണി ശിഥിലമായി തുടങ്ങിയിരിക്കുന്നു, അഥവാ ഒരു പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. BJPയും NDAയും കരുത്താർജിക്കുന്നു. ഇതാണ് രാഷ്ട്രീയ ചിത്രം എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടില്ലേ? ഈ 5 നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ, 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് വരുമ്പോ ഒരു കാര്യം വളരെ വ്യക്തമാണ്. രാജ്യത്തെ പ്രതിപക്ഷം തകർന്ന് തരിപ്പണമായി എന്ന് ഉണ്ണി ബാലകൃഷ്ണൻ ഉൾപ്പെടെയാണ് ഈ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. ഇതേ ഉണ്ണി ബാലകൃഷ്ണൻ തന്നെയാണ് രാഹുൽ ഗാന്ധി പച്ചക്കള്ളവുമായിട്ട് EVM എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങുമ്പോഴും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വാ തുറക്കാൻ ഇറങ്ങലും ഇതേ ഉണ്ണി ബാലകൃഷ്ണനാണ്. ഈ 5 നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് ഈ ഉണ്ണി പോലും പറയുന്നു, ശരിയാണ്, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള രാജ്യത്തെ പ്രതിപക്ഷം തകർന്ന് തരിപ്പണമായി. ഒരു EVM-ഉമല്ല, രാഹുൽ ഗാന്ധി പോലും ഇത്തവണ BJPയെ സഹായിച്ചു എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം. ബംഗാളിൽ മമത തൃണമൂൽ കോൺഗ്രസ് ഭീകരതയാണ് എന്ന് നിരന്തരം വിളിച്ചു പറഞ്ഞതിലെ പ്രധാനി ഈ രാഹുൽ ഗാന്ധിയാണ്. തമിഴ്നാട്ടില് സ്വന്തം സഹോദരൻ എന്ന് പറഞ്ഞിട്ട് DMKയുടെ MK സ്റ്റാലിന്റെ പാർട്ടിയുടെ വോട്ട് വാങ്ങി. ആ റിസൾട്ട് വന്ന സമയത്ത് കാറ്റ് വിജയ്ക്കൊപ്പമാണ് എന്ന് തിരിച്ചറിഞ്ഞ് സ്പോട്ടിൽ ഒരു ചർച്ച പോലും ചെയ്യാതെ ഈ രാഹുൽ ഗാന്ധി വിജയ്ക്കൊപ്പം ചാടിക്കടന്ന് വിജയ്ക്കൊപ്പം നിൽക്കുമ്പോ സ്വന്തം സഹോദരൻ എന്ന് പറയുന്ന ഈ MK സ്റ്റാലിനെ പോലും വഞ്ചിച്ച് കൊടും ചതിയിലൂടെ രാഹുൽ ഗാന്ധി ഈ പറയുന്ന വിജയ്ക്കൊപ്പം നിൽക്കുമ്പോ രാജ്യത്തെ സകല പ്രതിപക്ഷത്തുള്ള ഒപ്പം നിൽക്കുന്ന പാർട്ടികൾ വളരെ വ്യക്തമായിട്ട് ഒരു തിരിച്ചറിവിലേക്ക് എത്തില്ലേ? കാറ്റെങ്ങോട്ട് വീഴുന്നോ അവിടേക്ക് രാഹുൽ ഗാന്ധി ചാടി വീഴും. ഇപ്പൊ ഉണ്ണി ബാലകൃഷ്ണൻ ഉൾപ്പെടെ നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിൽ ഇപ്പൊ ചർച്ചയാണ്. ഇനി ഉത്തർപ്രദേശിലെ പൊളിറ്റിക്സ് എങ്ങോട്ടേക്കാണ് പോവുക? ആ റിസൾട്ടിനനുസരിച്ചാണ് 2029 ഒരു പ്രതീക്ഷ എന്നൊക്കെയാ വിളിച്ചു പറയുന്നത്. എന്റെ ലളിതമായിട്ടുള്ള ചോദ്യ, ഈ അഖിലേഷ് യാദവ് ആണല്ലോ അവിടെ ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടി എന്ന് പറയുന്നത്. ഈ അഖിലേഷ് യാദവ് ആണല്ലോ കോൺഗ്രസിന് സീറ്റ് കൊടുക്കുക മത്സരിക്കാൻ. അഖിലേഷ് യാദവിന്റെ നിലപാടെന്തായിരുന്നു? മമതക്കൊപ്പമായിരുന്നു ബംഗാളിൽ. തമിഴ്നാട്ടിൽ MK സ്റ്റാലിനൊപ്പമായിരുന്നു. രാഹുൽ ഗാന്ധി മറുകണ്ഠം ചാടി വിജയ്ക്കൊപ്പം നിന്ന സമയത്ത്
മമത 8 നിലയിൽ പൊട്ടിയ സമയത്ത് ചേർത്ത് പിടിച്ച് അഖിലേഷ് യാദവ് രംഗത്തെത്തിയിരുന്നു. ഈ അഖിലേഷ് യാദവ് ഇനി കോൺഗ്രസിനെ വിശ്വസിച്ച് ഉത്തർപ്രദേശില് ഒരു സഖ്യമുണ്ടാക്കി വലിയ രീതിയിൽ കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ MLA സീറ്റ് കൊടുത്ത് മത്സരിപ്പിക്കുമോ? ചെറിയ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യൻ പോലും ഇനി രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിനെ വിശ്വസിക്കൂല. നാളെ വിജയിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി എങ്ങോട്ടേക്ക് ചാടുമെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പൊ അഖിലേഷ് യാദവ് ഒന്നും ഉത്തർപ്രദേശിലും കൂട്ടിപ്പിടിക്കാൻ പോകുന്നില്ല. അതിലൂടെ വരുന്ന ഉത്തർപ്രദേശ് തിരഞ്ഞെടുപ്പിലും വളരെ വ്യക്തമാണ് BJPക്ക് NDAക്ക് തന്നെയാണ് വളരെ വലിയ സാധ്യത. നമ്മൾ ഈ ഉണ്ണി ബാലകൃഷ്ണന്റെ എടുത്ത് മുന്നോട്ട് വെക്കാനുള്ളൊരു പ്രധാനപ്പെട്ടൊരു കാരണം എന്ന് പറയുന്നത് വരുന്ന 2029 ഇലക്ഷനിൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷം ഇന്നുള്ളതിനേക്കാൾ വലിയ 8 നിലയിൽ പൊട്ടാൻ പോവാ. ഒരു തർക്കവും വേണ്ട. ആ സമയത്ത് ചാടി വീണ് EVMO എന്ന് പറയാതിരിക്കാൻ ഇന്ന് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് ഒക്കെ കാണുമ്പോൾ വളരെ വ്യക്തമാണ് ഓരോ സ്ഥലത്തും എന്തുകൊണ്ട് പരാജയപ്പെട്ടു, എന്തുകൊണ്ടാണ് ഈ പറയുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ പാർട്ടികൾ 8 നിലയിൽ പൊട്ടിയത് എന്നൊക്കെ ഇന്ന് വലിയ രീതിയിൽ ചർച്ച ചെയ്യുമ്പോൾ വളരെ വ്യക്തമാണ് ജനം പരാജയപ്പെടുത്തിയത് തന്നെയാണ് പ്രതിപക്ഷത്തെ എന്നൊക്കെ വളരെ വ്യക്തമാണ്. പക്ഷേ ഇതൊരു 2029 എത്തുമ്പോ അന്നൊക്കെ BJP ജയിച്ചോ, അതൊക്കെ തന്നെ EVMO എന്ന് ഇതേ ആളുകൾ വാതുറക്കോ. അതുകൊണ്ടാണ് നമ്മൾ ഇന്നേ ഇതെടുത്ത് മുന്നോട്ട് വെച്ചുകൊണ്ട് പറയുന്നത് പ്രതിപക്ഷം വളരെ വലിയ പരാജയമാണ്. ഇനി EVMO എന്നൊന്നും പറഞ്ഞ് പ്രതിപക്ഷത്തെ ഒരു പാർട്ടിക്കും രംഗത്ത് വരാൻ സാധിക്കൂല. നമ്മൾ വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയേണ്ടതാണ്. കേരളത്തിലെ കോൺഗ്രസ് വിജയിച്ചു, UDF വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഇനി ഒരു തിരഞ്ഞെടുപ്പ് വന്നാൽ കേരളത്തിലെ ജനത UDFനെ അധികാരത്തിലേക്ക് എത്തിക്കും. ഒരു EVM പ്രശ്നവും ഇല്ല. കാരണം എന്താ, ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥലത്തും ഒന്നും പറയുന്നില്ല. കാരണം തമിഴ്നാട്ടില് വിജയിച്ചു, വലിയ ഭൂരിപക്ഷത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് പാർട്ടി രൂപീകരിച്ച് വലിയ രീതിയിൽ വിജയം നേടി. ജനങ്ങൾ ആർക്കൊപ്പാണ് അവരാണ് വിജയിക്കുന്നത്. അല്ലാതെ ഒരു EVMൽ ഒരു തേങ്ങയില്ല എന്നുള്ളത് എല്ലാ ആളുകളും ഒരുപോലെ അംഗീകരിച്ചു. EVMനെതിരെ പറഞ്ഞ ആളുകൾ പോലും രാഹുൽ ഗാന്ധി മാത്രം ഉളുപ്പില്ലാതെ കോൺഗ്രസ് വിജയിച്ചെടുത്ത് മാത്രമേ പ്രശ്നമില്ലാത്തുള്ളൂ, അല്ലാത്തടത്തൊക്കെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞു. അതാരും ഏറ്റുപിടിച്ചില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ പോലും പുച്ഛിച്ച് തള്ളി എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യ. എന്ന ലളിതമായ ചോദ്യമാണ്, ഇനി കേരളത്തിലെങ്കിലും കോൺഗ്രസിനെ ജനങ്ങൾ അധികാരത്തിലെത്തിക്കുമോ? യജാതി തമ്മത്തല്ല, മത്സരത്തിന് പോലും ഇല്ലാതിരുന്ന ഹൈക്കമാൻഡ് ലീഡറൊക്കെയാണ് ഇപ്പോ മുഖ്യമന്ത്രിയായ രംഗത്തെത്തുന്നത്. ആര് ആയാലും കോൺഗ്രസ് എന്തൊക്കെ ചെയ്യുമെന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യം. ഈ തമ്മിലടിയൊക്കെ മുഖ്യമന്ത്രിയാൽ ഈ 3 പേർക്കും കൂടി, രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാൽ, 3 ആൾക്കും കൂടി ഇവിടെ മുഖ്യമന്ത്രിയാവാൻ സാധിക്കൂലല്ലോ. ഒരാളായാൽ മതി, ബാക്കി 2 ആൾ നോക്കിക്കോളും വരുന്ന വർഷങ്ങളിൽ ഏത് രീതിയിൽ കോൺഗ്രസിനെ അടിച്ച് നിലത്തിടണം എന്നുള്ളത്. അപ്പോ അതൊക്കെ തന്നെ കേരളത്തിലും BJPക്ക് വലിയ ഗുണമാവാൻ പോവുകയാണ്. വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ്. ഈ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതോട് കൂടിയിട്ട് രാജ്യത്ത് വ്യക്തമായ ഒരു ചിത്രം എന്ന് പറയുന്നത് 2029 വീണ്ടും നരേന്ദ്രമോദി സർക്കാർ, വീണ്ടും BJP സർക്കാർ എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട.